ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു കിച്ചൺ ടിപ്സാണ് കേട്ടോ. ഒരു 6 കിച്ചൺ ടിപ്സ് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ വീടുകളിലും ഉപയോഗപ്രദമായിട്ടുള്ള കിച്ചൺ ടിപ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില സാധാരണ വീടുകളിൽ കൊടുന്നാൽ പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ ഇത് പെട്ടെന്ന് വാടിപ്പോവാതിരിക്കാൻ ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ. ഇത് കുറേ ദിവസം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും കറിവേപ്പില. അപ്പം ഇതുപോലെ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കറിവേപ്പില എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ അല്ലിയിൽ വേർതിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലൊരു പാത്രം എടുക്കാം. നനവൊന്നുമില്ലാത്ത പാത്രമാണ്, നല്ല തുടച്ചിട്ട് വേണം പാത്രം എടുക്കാൻ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ആദ്യം ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ ഞാൻ ചെയ്യുന്നത് പോലെ സാധാരണ ഒരു പേപ്പർ വെച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല വൃത്തിയുള്ള ഒരു പേപ്പർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഇലകളൊക്കെ ഇതിൽ ഇട്ടെടുക്കാം. പാത്രം ഒരിക്കലും നനവ് പാടില്ല കേട്ടോ. എല്ലാ ഇലകളും ഇതുപോലെ ഇട്ടെടുക്കാം. അപ്പോൾ എല്ലാ ഇലകളും ഞാൻ ഇതുപോലെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേൽഭാഗത്തും ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ചെടുക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പേപ്പർ വെച്ചെടുത്താലും മതിയാവും. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് ഇട്ടെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കുറേ കാലം നമുക്ക് ഈ കറിവേപ്പില എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കേടൊന്നും വരില്ല. നല്ല പച്ച ഇലയായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പച്ചമുളകിൻ്റെതാണ് കേട്ടോ. പച്ചമുളക് പെട്ടെന്ന് കേട് വരാതിരിക്കാനുള്ളൊരു ടിപ്സാണ്. അപ്പോൾ അതിനായിട്ട് പച്ചമുളകിൻ്റെ ഈ തണ്ടൊന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാ പച്ചമുളകിൻ്റെയും ഇതുപോലെ തണ്ടൊന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ ടോപ്പ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. അടച്ചു വെക്കണം. വെള്ളം ഈ പാത്രത്തിൽ കടക്കാതെ അത് അടച്ചു വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും. ഇനി അടുത്തത് നമ്മൾ സവാളയും ഉരുളക്കിഴങ്ങും ആണുള്ളത്. ഇതുപോലെ ഒരിക്കലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് മുള പൊട്ടി വരികയും പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് നിങ്ങൾ കാണാറുണ്ടായിരിക്കും, ഒരു പച്ച കളറിലായിട്ട് ഒരു ഭാഗം ഒരു സൈഡ് ഇങ്ങനെ പച്ച കളറിലായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ടിപ്സായിട്ട് വന്നിട്ടുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി സാധാരണ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. അതിലും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും സ്പൂണ് കൊണ്ട് കേട്ടോ. സ്പൂണ് കൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ. ഇനി അടുത്തത് പഴമാണ്. പഴം സാധാരണ നമ്മളെ വീടുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ 2 ദിവസം ആകുമ്പോഴത്തേനും പെട്ടെന്ന് കറുത്ത് പോകുമല്ലേ. അപ്പോൾ പഴം പെട്ടെന്ന് കറുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കാം. കവർ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ കാറ്റൊന്നും കടക്കാത്ത രീതിയിൽ നല്ല ടൈറ്റാക്കിയിട്ട് നമ്മൾ അതിന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ അതിനൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം പെട്ടെന്ന് കറക്കുകയില്ല, കുറച്ച് ദിവസം നീണ്ടു നിൽക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ടിപ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.